ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചാണ്. ഈ ജീവനുള്ളതും ജീവനില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മളതിന് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയും അല്ലേ. ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം, അതായത് എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് നോക്കാം. ഈ ജീവനുള്ളവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെല്ലാവരും മനുഷ്യരും ജീവികളും പറവകളും ഒക്കെ ജീവനുള്ളവയാണ്. കാരണം അതിനെ കണ്ണ് കാണാം, ചെവി കേൾക്കാം, ഒരാൾ സ്പർശിച്ചാൽ അത് അറിയാൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും, ചിലപ്പോൾ നമുക്കെല്ലാം പാട്ട് പാടാൻ പറ്റും അല്ലേ. എല്ലാം ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റും, ബാക്കിയുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെയാണ് ജീവനുള്ള വസ്തുക്കളുടെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്കെല്ലാവർക്കും ജീവനുള്ളതുകൊണ്ടാണ് അല്ലേ. അതേസമയം ജീവനില്ലാത്തവയോ ഒരിക്കലും അവർക്കൊന്നും അറിയില്ല, അവർക്ക് ജീവന് ഉണ്ടാവില്ല. അവർക്ക് കണ്ണ് കാണാൻ പറ്റില്ല, അവർക്ക് ചെവി കേൾക്കാൻ പറ്റില്ല, അത് ബാക്കിയുള്ളവർ സ്പർശിച്ചാൽ അറിയില്ല. ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പം ഒരു ബോളാണെങ്കിൽ ആ ബോളിനെ തട്ടിയിടണം എങ്കിലേ അത് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് ഉരുണ്ട് പോവുകയുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ജീവനില്ലാത്തവ അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാനിവിടെ ചിത്രത്തിൽ ഓരോ വസ്തുക്കളെയും കാണിക്കും. അപ്പോൾ അതേത് വസ്തു, അത് ലിവിങ് തിങ് ആണോ അല്ല നോൺ ലിവിങ് തിങ് ആണോ, അതായത് ജീവനുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് നിങ്ങൾ പറയണം. തുടങ്ങാം. ശരി, അപ്പോൾ പറഞ്ഞേ, ഈ ചിത്രത്തിൽ ഇപ്പോൾ എന്താണ് കാണിച്ചിരിക്കുന്നത്? നല്ലോണം ആലോചിച്ചേ. ഇത് നോൺ ലിവിങ് തിങ്ങാ ലിവിങ് തിങ്ങാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്താണ്? ഒരു ചെടിയാണല്ലേ. എന്താണ്? ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് വളരാൻ പറ്റും അല്ലേ, ഇത് വളർന്ന് വലിയ മരമായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഇതെന്താ? ലിവിങ് തിങ് അല്ലേ. ഇത് ജീവനുള്ളവയാണ് അല്ലേ. നമ്മളെപ്പോലെ തന്നെ ശ്വസിക്കാനൊക്കെ കഴിയും, അതിന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വളരും അല്ലേ. അത് ജീവനുള്ളവയാണ്. ഇനി അടുത്ത നോക്ക്. ഇതെന്താണ്? ബോള് അല്ലേ. ഈ ബോള് ജീവനുള്ളതാണോ അല്ലാത്തതാണോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബോൾ ഒരു സ്ഥലത്ത് വെച്ചാൽ നിന്നെടുത്ത് അവിടെ തന്നെയാണ് ഉണ്ടാകുക. അത് സ്വയം എണീറ്റ് പോവുകയും ചെയ്യില്ല, അത് എവിടെയും ഇതാവില്ല, അത് വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ടാവണം. കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ അത് കാലിനെ കൊണ്ട് തട്ടി അങ്ങനെ മാത്രമേ പന്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് നീങ്ങുന്നുള്ളൂ. പന്ത് എന്താ, ഭക്ഷണം കഴിക്കുമോ അല്ല ഉറങ്ങുമോ? ഇല്ല. അപ്പോൾ അത് നോൺ ലിവിങ് തിങ് അല്ലേ. എന്താണ്? അത് ജീവനില്ലാത്തവയാണ്. ശരി, ഇനി അടുത്ത നോക്കാം. ഇതെന്താണ്? നോക്കിയേ, നല്ലോണം ആലോചിക്കേ. ഇതെന്താണ്? കാക്കയാണ്. കാക്ക എന്താ, ജീവനുള്ളതാണോ ജീവനില്ലാത്തവയാണോ? കാക്കയ്ക്ക് പറക്കാൻ പറ്റുമല്ലേ, ഭക്ഷണം കഴിക്കും, അത് കാന്ന് പറയും, അത് എവിടെ വേണമെങ്കിൽ പറക്കും അല്ലേ. ഭക്ഷണം കഴിക്കും, അതിന് കണ്ണ് കാണാൻ പറ്റും, അത് ശ്വസിക്കും അല്ലേ. അപ്പോൾ ഇത് ജീവനുള്ള ഒരു ജീവിയാണ് അല്ലേ, ഇത് ജീവനുണ്ട്. ഇനി അടുത്ത നോക്കിയേ. മയിലെന്താണ്? ജീവനുള്ളതാണോ ഇല്ലാത്തതാണോ? മയിൽ മഴയത്ത് നല്ല ഡാൻസ് കളിക്കും അല്ലേ, ചിറകുകളൊക്കെ വിടർത്തിയിട്ട്. എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞ സൂവിൽ കാണാം, വനങ്ങളിൽ കാണാം അല്ലേ. അതും ഭക്ഷണം കഴിക്കും, അതിനും കണ്ണ് കാണാൻ പറ്റും, അതിനും ഡാൻസ് കളിക്കും. എന്താണത്? അത് നോൺ ലിവിങ് തിങ് അല്ല അല്ലേ. എന്താണത്? ജീവനുള്ളവയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത് നോക്കാം. ഇതെന്താണ്? മേശ അല്ലേ. ഇംഗ്ലീഷിൽ അതിനെന്താ പറയുന്നത്? നമ്മൾ ടേബിൾ എന്ന് പറയും അല്ലേ. ഈ മേശ ജീവനുള്ളതാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മേശ മരത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്കിലും അത് ജീവനുള്ളവയാണോ? അല്ല അല്ലേ. ഇതിന് ജീവനില്ല. കാരണം അതിനൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറാൻ കഴിയില്ല, അത് ഭക്ഷണം കഴിക്കില്ല, അത് ഉറങ്ങില്ല, അങ്ങനെ ഒന്നും ചെയ്യണില്ല അല്ലേ. നമ്മളൊരു വസ്തു അത് ഉപയോഗിക്കുന്നതാണ്. ഇത് നോൺ ലിവിങ് തിങ് ആണ്. ശരി, ഇനി അടുത്ത നോക്കാം. ഇതെന്താണെന്ന് നോക്കിയേ, നല്ലോണം ആലോചിക്കേ. ഷൂ അല്ലേ. ശരി ശരി. അപ്പോൾ ഈ ഷൂ എന്താണ്? ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ? അതെന്താ, കഴിക്കാൻ പോവോ അല്ലാതെ ഉറങ്ങാൻ പോവോ, കളിക്കാൻ പോവോ അല്ല കുളിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഇതെന്താ? ജീവനില്ലാത്തൊരു വസ്തുവാണ് അല്ലേ.
ശരി, ഇനി അടുത്തത് ഇതെന്താണെന്ന് നോക്കിയേ. സിംഹം അല്ലേ? ഇംഗ്ലീഷിൽ എന്താ ഇതിന് പറയാൻ? ലയൺ. എന്താ പറയുക? ലയൺ. കറക്റ്റ്. ഇപ്പോൾ ഈ സിംഹത്തിന് ജീവനുണ്ടോ ജീവനില്ലേ? ഒന്ന് പറഞ്ഞേ. ജീവനുണ്ട് അല്ലേ? ജീവനുള്ളൊരു വസ്തുവാണിത്. ഇതിന് ശ്വസിക്കാൻ പറ്റും, ഞാൻ പറഞ്ഞ പോലെ ഓടാൻ പറ്റും, അതിൻ്റെ ഇരയെ ഓടി പിടിച്ച് കഴിച്ച് തിന്നും അല്ലേ? ഭയങ്കര ഇഷ്ടമല്ലേ അതിന് ഇറച്ചിയൊക്കെ? ശരി, ഇനി അടുത്ത് നോക്കാം. ഇതെന്താ? മരം. എന്താണ്? മരം. മരം എന്താണ്? ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ? മരത്തിനൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും വളം ഇട്ട് കൊടുത്താലും ചില സമയത്ത് കാട്ടിലൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. നല്ല മണ്ണുള്ള സ്ഥലത്ത് അങ്ങനെ വളർന്നു പോവും, തഴച്ചു വളരും അല്ലേ? അപ്പോൾ അത് വളരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെന്താ? ജീവനുള്ളതാണ് അല്ലേ? എന്താണ്? ലിവിങ് തിങ് ആണ് മരം. ശരി, ഇനി അടുത്ത് നോക്കാം. ഇതെന്താ? നല്ലോണം ഒന്ന് ആലോചിക്കേ. ഇതെന്താണ് സംഭവം? പെന്ന് അല്ലേ? എന്താണത്? പെന്ന്. ശരി, പെന്നിന് ജീവനുണ്ടോ ജീവനില്ലേ? നമ്മളെന്തിനാണ് പെന്ന് ഉപയോഗിക്കുന്നത്? എഴുതാൻ അല്ലേ? അപ്പോൾ എഴുതാൻ പെന്നെന്താ? കുളിക്കാൻ പോകുന്നുണ്ടോ? അല്ലേ പെന്നെന്താ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ? പെന്നിന് നമ്മളെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ അത് ജീവനില്ലാത്തവയാണ് അല്ലേ? കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇതെന്താ? നല്ലോണം ആലോചിക്കേ. എന്താണെന്ന്? എന്താണത്? പാമ്പ് അല്ലേ? എന്താണത്? പാമ്പ്. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാൻ? ഇംഗ്ലീഷിൽ അതിന് സ്നേക്ക് എന്ന് പറയും അല്ലേ? അതിന് ജീവനുണ്ടോ ജീവനില്ലേ? ഒന്ന് പറഞ്ഞേ. അത് എഴഞ്ഞു പോവും അല്ലേ? അത് വിഷമുള്ളതാണ് പാമ്പ്. എഴഞ്ഞു പോവും. ഒരു കൊത്തിയാൽ ഞങ്ങളെല്ലാവരും മരിച്ചു പോകും. അതിൻ്റെ വിഷം ശരീരത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മളെല്ലാവരും വിഷം കയറി മരിച്ചു പോകും അല്ലേ? അപ്പോൾ പാമ്പിന് ജീവനുണ്ട്. കറക്റ്റ്, വെരി ഗുഡ്. ഇനി അടുത്തത് ഇതെന്താ? നല്ലോണം ആലോചിക്കേ. സോഫ അല്ലേ? സോഫക്ക് ജീവനുണ്ടോ ജീവനില്ലേ? ഒന്ന് പറഞ്ഞേ. നമ്മളെല്ലാവരും സോഫ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? വേറെ ഒന്നിനും നമ്മൾ ഉപയോഗിക്കില്ല. സോഫക്ക് എന്താ ശ്വസിക്കാൻ പറ്റുമോ? അല്ല ഞങ്ങളോട് സങ്കടം പറയുമോ? ഒന്നുമില്ലല്ലോ. സംസാരിക്കാനും പറ്റില്ല. അപ്പോൾ സോഫ ജീവന് ഇല്ലാത്തതാണ് അല്ലേ? എന്താണ്? ജീവന് ഇല്ലാത്തതാണ്. ശരി, ഇനി അടുത്ത് നോക്കാം. ഇതെന്താണെന്ന് ആലോചിക്കേ. കരടി അല്ലേ? ഇതെന്താണ്? കരടി. കരടിക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷ് പറയാ? ഇംഗ്ലീഷിൽ നമ്മൾ ബിയർ എന്ന് പറയും അല്ലേ? എന്താണ്? ബിയർ എന്ന് പറയും. അപ്പോൾ അതിന് ജീവനുണ്ടോ ജീവനില്ലേ? ജീവനുണ്ടല്ലേ? അത് ജീവനുള്ളതാണ്. കാരണം കരടിയെ അത് എവിടെയാണ് കാണപ്പെടുന്നത്? നമുക്ക് വനങ്ങളിലാണ് കരടിയെ കാണപ്പെടുന്നത് അല്ലേ? ഇനി അടുത്തത് ഇതെന്താണ്? കാറ് അല്ലേ? എന്താണ്? കാറ് ജീവനുണ്ടോ ജീവനില്ലേ? നല്ലോണം ആലോചിക്കേ. കാറ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും, എങ്കിലും അതിന് ജീവനുണ്ടോ? കാറെന്താ ഭക്ഷണം കഴിക്കുമോ? കാറെന്താ കരയുമോ? ഇല്ലല്ലോ. ഞങ്ങൾ വണ്ടീൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് വേണം കാറിനെ സ്റ്റാർട്ട് ചെയ്യാനല്ലേ? അപ്പോൾ കാറ് നോൺ ലിവിങ് തിങ് ആണ്. എന്ത്? ജീവനില്ലാത്ത ഒരു വസ്തുവാണ് കാറ് അല്ലേ? ഇനി അടുത്തത് ഇതെന്താണ്? നല്ലോണം ആലോചിക്കുക. ഇതെന്താണെന്ന്? തത്ത അല്ലേ? ഇംഗ്ലീഷിൽ എന്താ തത്തക്ക് പറയാ? പാരറ്റ്. തത്ത എങ്ങനെയാ? ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ? അത് പറക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ജീവനുള്ളതാണ്. വെരി ഗുഡ്, കറക്റ്റ്. ഇനി അടുത്ത് നോക്കാം. ഇതെന്താ വസ്തു? ഒന്ന് പറഞ്ഞേ. നല്ലോണം ആലോചിക്കേ. ടി വി. എല്ലാവർക്കും ടി വി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ടി വി ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ? നമ്മൾ ടി വി എന്തിനാണ് ഉപയോഗിക്കുന്നത്? സിനിമ കാണാനോ സീരിയൽ കാണാനോ കാർട്ടൂൺ നെറ്റ്വർക്ക്, അത് മതി, വേറെ ഒന്നും വേണ്ട ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കാർട്ടൂൺ ഇഷ്ടമല്ലേ? അപ്പോൾ ടി വി ജീവനുള്ളതാണോ? അല്ല. കറക്റ്റ്. അപ്പോൾ ഇത് ജീവനില്ലാത്തതാണ് ടി വി. ശരി, ഇനി അടുത്ത് നോക്കാം. ഇതെന്താണെന്ന് നോക്കിയേ. നല്ലോണം ആലോചിക്കുക എന്താന്നുള്ളത്. ഇതെന്താ സംഭവം?
മാൻ അല്ലേ? മാനിന് ജീവനുണ്ടോ? ജീവനില്ലേ? ജീവനുണ്ട് അല്ലേ? കാരണം എന്താ? മാന് ഓടും, ചാടും അല്ലേ? വെള്ളം കുടിക്കും. മാനിന് എല്ലാ സ്ഥലവും കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത് ജീവനുള്ളതാണ്. മാൻ എന്താ ഇംഗ്ലീഷിൽ പറയാൻ? ഡീർ അല്ലേ? എന്തെന്ന്? ഡീർ. വെരി ഗുഡ്. ഇനി അടുത്ത ഇതെന്താണ്? ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് നമുക്ക് തണുത്ത വെള്ളം കിട്ടാനും പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ സംരക്ഷിക്കാനുമാണല്ലേ? ഭക്ഷണമൊക്കെ ഉള്ളിലെടുത്ത് വെച്ചാൽ ചീത്തയാവില്ല അടുത്ത ദിവസം എടുക്കാൻ. അപ്പോൾ ഫ്രിഡ്ജിന് എന്താ ജീവനുണ്ടോ? ഇതൊക്കെ ഭക്ഷണമൊക്കെ സൂക്ഷിക്കുന്നുണ്ട്, വെള്ളമൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അല്ലേ അല്ല, ഫ്രിഡ്ജ് ജീവനുള്ളതേ അല്ല, ഇത് ജീവനില്ലാത്തൊരു വസ്തുവാണ് അല്ലേ? ശരി. ഇനി അടുത്തത് ഇതെന്താണ്? ഒന്ന് പറഞ്ഞേ. നല്ലോണം ആലോചിക്കേ എന്താണെന്നുള്ളത്. പുലി അല്ലേ? എന്താണത്? പുലി. പുലിക്ക് എന്താ പറയാ നമ്മൾ ഇംഗ്ലീഷിൽ? ടൈഗർ എന്ന് പറയും അല്ലേ? ആ, എന്താ ജീവനുള്ളതാണോ പുലി? ഒന്ന് പറഞ്ഞേ. ആ, ജീവനുള്ളതാണ് അല്ലേ? അതിന് നടക്കാൻ പറ്റും, അത് ഭക്ഷണം കഴിക്കും, അത് എന്താ പറയാൻ, അതിനെ കണ്ണ് കാണാൻ പറ്റും, അത് ശ്വസിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. ആ, അപ്പോൾ ജീവനുള്ളതാണ് പുലി. ഇനി അടുത്തത് ഇതെന്താണെന്ന് പറഞ്ഞേ. ലാപ്ടോപ്പ് അല്ലേ? എന്താണത്? ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് ജീവനുള്ളതാണോ? നമ്മൾ സിനിമ ഒക്കെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട്, ജീവനുള്ളവരുടെ എല്ലാ ഇതും നമ്മൾ കാണുന്നുണ്ട്, ഫോട്ടോ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ലാപ്ടോപ്പ് ജീവനുള്ളതാണെന്നോ? അല്ലേ അല്ല, ലാപ്ടോപ്പിന് ജീവനില്ല. കറക്റ്റ്. ഇനി അടുത്തത് ഇതെന്താ ഒന്ന് നോക്കിയേ, ഒന്ന് പറഞ്ഞേ എന്താണെന്ന്. പശു അല്ലേ? എന്താണത്? പശു. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാം നമ്മൾ? കൗ എന്ന് പറയും അല്ലേ? കൗ എങ്ങനെ? ജീവനുള്ളതാണോ ഇല്ലാത്തതാണോ? ഉറപ്പായിട്ടും ജീവനുള്ളതാ അല്ലേ? കാരണം നമുക്ക് പശു പാല് തരുന്നുണ്ട്, ആ പാലിനെ കൂടെ നമ്മൾ വെണ്ണയും തൈരും ഒക്കെ ഉണ്ടാക്കുന്നില്ലേ അല്ലേ? കൂട്ടുകാർ ഇന്ന് രാവിലെയും കൂടി പാല് കുടിച്ചിട്ടല്ലേ വന്ന വീട്ടിൽ നിന്ന്? അതെ, ഗുഡ്. അപ്പോൾ പശു ജീവനുള്ളതാണ് അല്ലേ? ശരി കൂട്ടുകാരെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ജീവനുള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ള വസ്തുക്കൾ കണ്ടാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ആ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് കാണുമ്പോൾ ആദ്യം ചിന്തിക്കുക, ഇത് ജീവനുള്ളതാണോ ഇല്ലാത്തതാണോ നിങ്ങൾ തരംതിരിക്കണം. കേട്ടല്ലോ?